ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രീമി ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് സീതാപ്പിൾ വെച്ചിട്ട് നമ്മുടെ കസ്റ്റർഡ് ആപ്പിളില്ല അത് വെച്ചിട്ട് ഹാജി അലി സ്റ്റൈൽ സീതാപ്പിൾ ക്രീം എന്ന് പറഞ്ഞിട്ട് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെയിം ഇതിൽ തന്നെ ഞാൻ അവക്കാഡോ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 3 ആവക്കാഡോ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആവക്കാഡോ, ബട്ടർ ഫ്രൂട്ട് എന്നും പറയും. അപ്പോൾ ഇത് നല്ല പഴുത്തതായിരിക്കണം. അപ്പോൾ നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും പഴുത്തതാണെങ്കിൽ. പ്രസ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ അകത്ത് ആ ഒരു ഫ്ലഷ് മാത്രമായിട്ട് എടുക്കാം, കുരു കളഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഈ കുരു മാറ്റിയിട്ട് പിന്നെ അതുപോലെ ഇങ്ങനെ സ്കിന്നുണ്ടാവും ചെറുതായിട്ടൊക്കെ. അപ്പോൾ അതും കൂടെ ഈ ഒരു കുരുവിൻ്റെ സ്കിന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ മൊത്തത്തിലൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഫ്ലഷ് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ തൊലി മാത്രം വെച്ചിട്ട് ആ ഒരു ഫ്ലഷൊക്കെ കംപ്ലീറ്റ് ഇതുപോലെ ചുരണ്ടി ഇട്ട് കൊടുക്കുക. അപ്പോൾ പഴുത്തതാണെങ്കിൽ മാത്രമാണ് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റൂ. പഴുത്തതല്ലാത്തത് നമുക്കിങ്ങനെ ഒന്നും എടുക്കാനൊന്നും പറ്റില്ല, നല്ലോണം ഹാർഡായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള 2 അവക്കാഡോ കൂടെ ഇതുപോലെ തന്നെ ചെയ്തിട്ട് അതിൻ്റെ ഫ്ലഷ് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനെല്ലാം മൊത്തത്തിൽ ഫ്ലഷൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് 1-2 കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 കപ്പ് ഫ്രഷ് ക്രീം, 250 ml ഒരു പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ അത് 1 കപ്പാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ടത് ഐസ്ക്രീം, ഒരു 2-3 സ്കൂപ്പ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഇതുപോലെ 3 സ്ലൈസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 സ്കൂപ്പ് ചേർത്ത് കൊടുക്കുന്നെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ 2 സ്കൂപ്പ് ആയാലും മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ എല്ലാം ചേർത്തിട്ട് ചെയ്യുമ്പോൾ, നല്ല ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് നട്ട്സൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ, ക്രഷ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ബദാമും പിസ്തയും കൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിസ്തയൊക്കെ ഒന്ന് കൂടുതൽ പൊടിച്ചെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഓപ്ഷണലാണ് കേട്ടോ, ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ആ ഒരു അവക്കാഡോ അതിൻ്റെ ഫ്ലഷൊക്കെ ഒരു ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടണം. അപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലെൻഡറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ, വെള്ളമൊന്നും ചേർക്കാതെ. അങ്ങനെ ചെയ്യുന്ന കൊണ്ടും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് അവക്കാഡോ ഡെസേർട്ട് ക്രീം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ, എന്താ പറയുക, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.